ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയൊരു പ്രഭാതം കൂടെ നമുക്ക് ദാനമായി നൽകിയ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം സെഖരിയ പ്രവചനം 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം. ഇവനെ വേണ്ട, ബറബാസിനെ മതി എന്ന് നിലവിളിച്ചു പറഞ്ഞു. വിവിധ യഹൂദ മതകക്ഷികളായ സദൂക്യർ, പരീശന്മാർ, എരിവുകാർ അഥവാ തീവ്രവാദികൾ തുടങ്ങിയവരെക്കുറിച്ച് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. ഇവരിൽ എരിവുകാർ എന്നത് തങ്ങളുടെ ജീവൻ കൊടുത്തും യഹൂദ മതത്തിന്റെ പരിപാവനത കാത്തു സൂക്ഷിക്കുന്നതിന് തയ്യാറായ ഒരു വിഭാഗം യഹൂദന്മാരായിരുന്നു. ഇവർക്ക് മത തീവ്രവാദികൾ എന്ന ഒരു പേരും കൂടെ ഉണ്ടായിരുന്നു. ഇവരിലും വീറും വാശിയും തീവ്രതയും കൂടിയ മറ്റൊരു കൂട്ടരും എരിവുകാർക്കിടയിൽ ഉണ്ടായിരുന്നു. അവരെ കഠാരക്കാർ എന്നായിരുന്നു വിളിച്ചു വന്നിരുന്നത്. ഇവർ അക്രമവും കൊള്ളയും കൊലയും നടത്തുകയും ജനമധ്യത്തിൽ വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഇക്കൂട്ടത്തിൽ പലരെയും റോമ ഗവൺമെന്റ് പിടികൂടി അടിച്ചമർത്തുകയും നിഷ്കരുണം വധിക്കുകയും ചെയ്തു പോന്നു. അങ്ങനെ ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ബറബാസ്. ബറബാസിനെ കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട്, പേരിന്റെ മറവിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ വ്യക്തിയായിരുന്നു ബറബാസ്. ബറബാസ് എന്ന പേരിന്റെ അർത്ഥം പിതാവിന്റെ പുത്രൻ എന്നതാണ്. ബറബാസ് കുപ്രസിദ്ധനും കൊല ചെയ്ത കലഹക്കാരോടുകൂടെ തടവിലായിരുന്നവനും ആയിരുന്നു. എന്നാൽ വിശുദ്ധ യോഹന്നാൻ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ബറബാസോ കവർച്ചക്കാരൻ ആയിരുന്നു എന്നാണ്. ചില കൈയെഴുത്ത് പ്രതികളിൽ ഇദ്ദേഹത്തിന്റെ പേര് യേശു ബറബാസ് എന്ന് കാണുന്നതായി ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിനാലായിരിക്കാം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പീലാത്തോസ് ജനങ്ങളോട് ചോദിക്കുന്നത്: ബറബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് ചോദിക്കുന്നു. കാരണം സാധാരണക്കാരന്റെ ദൃഷ്ടിയിൽ യേശുവും ബറബാസും യഹൂദന്മാരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരായിരുന്നു. അതിനാൽ ഇവരുടെ പ്രവർത്തനങ്ങൾ വേർതിരിച്ചറിയുവാൻ സാധിക്കാത്ത ജനങ്ങൾ ഭരണാധിപന്മാരുടെ ആഗ്രഹത്തിന് വഴങ്ങുകയും യേശുവിന് പകരം ബറബാസിനെ മതിയെന്ന് ആക്രോശിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട്, സാമൂഹിക വിപ്ലവത്തിന്റെ മറവിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച വ്യക്തി. സാമൂഹിക വിപ്ലവത്തിന്റെ പേരിൽ ഇദ്ദേഹം പട്ടണത്തിൽ കലഹമുണ്ടാക്കുകയും അതേ തുടർന്ന് കൊല നടത്തുകയും ചെയ്തതിനാൽ ബറബാസ് തടവിലാക്കപ്പെട്ടിരുന്നു. ബറബാസും കൂടെയുള്ളവരും അവസരം കിട്ടുമ്പോൾ റോമ ഭരണത്തോട് മത്സരിച്ച് നിന്നിരുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല, പൊതുജനമധ്യത്തിൽ വിപ്ലവം സൃഷ്ടിക്കുകയും അങ്ങനെ രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബറബാസിനെ കുറിച്ച് ഇപ്രകാരം ഒരു ഐതിഹ്യം പറയുന്നു. തടവിൽ നിന്ന് മോചിതനായ ബറബാസ് യേശു കർത്താവിന്റെ ക്രൂശീകരണ രംഗം കാണുവാനായിട്ട് ഇടയായി. അവിടെ താൻ ഏൽക്കേണ്ടിയിരുന്ന മർദ്ദനമെല്ലാം നിർദോഷിയായ യേശു കർത്താവ് ക്ഷമയോടെ ഏറ്റുവാങ്ങുന്നത് അദ്ദേഹത്തിന് കാണുവാനായിട്ട് സാധിച്ചു. അതിലൂടെ ബറബാസ് തനിക്ക് ലഭിച്ച ആ ഒരു വലിയ വിടുതലിനെ കുറിച്ച് ഓർക്കുകയും അതിലൂടെ മാനസാന്തരപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നു. അദ്ദേഹം തൻ്റെ ഈ അനുഭവങ്ങളെല്ലാം തൻ്റെ കുടുംബാംഗങ്ങളുമായി പങ്കുവെക്കുകയും കുടുംബം ഒന്നിച്ച് ക്രിസ്ത്യാനികളായി തീരുകയും ചെയ്തു എന്ന് കാണപ്പെടുന്നു. ഇത് എത്രത്തോളം വാസ്തവമാണ് എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ, അവൻ്റെ പീഡ അനുഭവത്തിലൂടെ, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്കേവർക്കും അവൻ്റെ മക്കളാകുവാനുള്ള അവകാശം ലഭിച്ചു. എല്ലാവർക്കും എക്കാലവും തിന്മയിൽ തുടരുവാനായിട്ട് സാധ്യമല്ല. അതിനാൽ നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. അങ്ങനെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി നമുക്കും മുന്നേറാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, അധികാരങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടിയല്ല, കർത്താവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ. ആമേൻ.